ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു എഗ്ഗ് ബിരിയാണിയാണ്. എഗ്ഗ് ബിരിയാണി നമുക്ക് മറ്റുള്ള ബിരിയാണികളെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഈ എഗ്ഗ് ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 5 എഗ്ഗാണ് ബോയിൽ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ബോയിൽ ചെയ്യുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് ബോയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടി പോകാതിരിക്കും. പിന്നെ 750 ഗ്രാം ബസ്മതി റൈസുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഈ റൈസ് ഒന്ന് കഴുകി ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കാം. അപ്പം റൈസ് ഞാൻ ഡ്രെയിൻ ചെയ്യാനായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മസാലയ്ക്കായിട്ട് ഞാനിവിടെ 3 സവാള, ഒരു വലിയ ടൊമാറ്റോ, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആദ്യമേ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ജാറിലിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി. കാഷ്യൂനട്ടും കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അതൊരല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരയണമെന്നില്ല. ഇനി ഈ സവാളയൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള പാന് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും ഈ അരച്ചെടുത്ത ഈ ജിഞ്ചർ ഗാർലിക്ക് ചില്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലുണ്ട് ഈ ജിഞ്ചറും ഗാർലിക്കും കൂടി. ഈ ജിഞ്ചറിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഈ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ആ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സവാളയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് കൂടി പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രം ഞാൻ അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് വിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും ചൂടിലൊന്നും പിടിക്കാത്ത രീതിക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ റൈസ്. അപ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റൈസ് ഒന്ന് പൊടിഞ്ഞു പോകും, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇതൊരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ അളവിലാണോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറ്റിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വെക്കുന്നത് പോലെ തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ആ ഒരു 1/4 ഭാഗം വേവായി കഴിയുമ്പോഴേക്കും വെള്ളം മൂറ്റിക്കളഞ്ഞ് അങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വറ്റിച്ച് അങ്ങനെയാണ് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പുകൂടി ചേർത്ത് ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇത്രയും നേരം ഇത് ഹൈ ഫ്ലെയിമിലായിരുന്നു. അപ്പം ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ റൈസിലേക്ക് ഞാനൊരു അരമുറി നാരങ്ങയുടെ നീരുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ നാരങ്ങ കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും റൈസ് തമ്മിൽ ഒട്ടും ഒട്ടത്തില്ല. ഇത് വീണ്ടും കവർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വറ്റി വെന്ത് വരണം. ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇതിപ്പോൾ വലുതായതുകൊണ്ടാണ് ഞാൻ 1 എണ്ണം എടുത്തിരിക്കുന്നത്. ഈ ടൊമാറ്റോ കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലകളൊക്കെ ചേർക്കാനായിട്ട്. എപ്പോഴും അത് ഞാൻ പറയാറുള്ളതാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ടേസ്റ്റ് തന്നെ കരിഞ്ഞിട്ട് മാറിപ്പോകും. അപ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല,
1 ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എന്നുള്ളത് 2 ടീസ്പൂൺ വരെ ഇടാം. കാരണം പച്ചമുളക് കൂടി 3 എണ്ണം ചേർത്തായിരുന്നു, അത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവും കൂടി ചെല്ലുമ്പോഴേക്കും പാകത്തിനുള്ള എരിവുണ്ടാകും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. അപ്പം ബിരിയാണി മസാല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും. 1/2 ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം, കാരണം ആ മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഈ മുട്ട കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ ചേർക്കുന്നതിന് മുൻപ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മൊത്തത്തിൽ മുറിക്കരുത്, 2-3 സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോഴേക്കും ആ മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിച്ചോളും. അപ്പോൾ അങ്ങനെ എല്ലാ മുട്ടയും വരഞ്ഞു കൊടുത്തതിന് ശേഷം ഈ മുട്ട ഇനി മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഒരല്പം തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ മസാലയ്ക്കകത്ത് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഞാനിത് ദമ്മിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ദമ്മിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ നല്ല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ വെള്ളം എടുത്തപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് മതി. ബസ്മതി റൈസൊക്കെ വേവാനായിട്ട് അധികം സമയം വേണ്ട, ഒരു 10 മിനിറ്റ് സമയം മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ചോറ് ഒരു 1/4 ഭാഗം വെന്താൽ മതി. ബാക്കിയുള്ള 1/4 ഭാഗം നമ്മൾ ദമ്മിടുന്ന കൂട്ടത്തിൽ വെന്ത് വന്നോളും. അപ്പോൾ ഇനി ഇത് ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആ മുട്ട റെഡിയാക്കിയ പാത്രത്തിലേക്കാണ് ഈ ദമ്മിട്ട് കൊടുക്കുന്നത്. കാരണം ഇത് ഒത്തിരി വലിയ പാത്രമാണ്, അപ്പോൾ ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ദമ്മിടുമ്പോൾ ചേർക്കാനായിട്ട് ഞാനിവിടെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പൈനാപ്പിൾ, ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. മല്ലിയില. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ അതിൻ്റെ കൂടെ ദമ്മിൻ്റെ കൂടെ ചേർക്കുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് നമുക്ക് റൈസും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദമ്മിടുമ്പോഴാണെങ്കിലും റൈസ് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂട വേണം, എങ്കിലേ റൈസിൽ എയർ പുറത്തോട്ട് പോകാതെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ദമ്മിനായിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് യൂസ് ചെയ്യുന്നത്. കാരണം മറ്റേതിലാകുമ്പോഴത്തേക്ക് ഒത്തിരി വലിപ്പമാണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ആദ്യമേ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. 2 ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അപ്പോൾ 1 ലെയർ ഇതുപോലെ എഗ്ഗ് ചേർത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഈ കാഷ്യൂനട്ട്, കിസ്മിസ് ഇതൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പൈനാപ്പിളും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ ചെല്ലുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഫ്രഷ് പൈനാപ്പിൾ കൂടി ആകുമ്പോഴത്തേക്കും ഒത്തിരി നല്ലതാണ്. ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരല്പം ഫുഡ് കളറിന് പകരമായിട്ട് സഫ്രോൺ പൗഡർ ഞാൻ പാലിൽ കലക്കി വെച്ചതായിരുന്നു കുറച്ച് മുൻപ്. നമ്മുടെ കയ്യിൽ ഈ സഫ്രോൺ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പകരം ഒന്നുകിൽ മഞ്ഞൾപ്പൊടി കലക്കി ചേർക്കാം, ഒരല്പം മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫുഡ് കളർ തന്നെ യെല്ലോ ഫുഡ് കളർ കിട്ടും. ഒരു അല്പം ഒന്ന് തൂക്കി കൊടുത്താൽ മതി വെള്ളത്തിലാക്കിയിട്ട്. പിന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചോറിന് ഇടയ്ക്ക് ഒരു മഞ്ഞ കളർ വരും, കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയാണല്ലോ. നമ്മുടെ ദമ്മ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് കവർ ചെയ്ത് ഒന്നുകൂടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യമേ ഒരു 2 മിനിറ്റ് നേരം ഞാനിത് നല്ല ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ മേള് വരെ ഒന്ന് ചൂടായി വരാനായിട്ട്. പിന്നീട് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട്. പിന്നെ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. യെല്ലോ കളറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ വിളമ്പാം. പൈനാപ്പിളൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മുട്ട ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ?
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.